ഓക്കെ. സോ ആദ്യം ഡേറ്റ റീഡ് ചെയ്തു. ഓക്കെ, പിന്നെ എക്സും വൈയും കീപ്പ് ചെയ്ത് വെച്ചു. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി ഫസ്റ്റ് മറ്റേ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ പറ്റില്ലല്ലോ, ഒറ്റ വേരിയന്റ് അല്ലല്ലോ, മൾട്ടിപ്പിൾ എക്സ് അല്ലേ. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എടുത്തു. പിന്നെ അതിനകത്തൊരു സാധനം കണ്ടായിരുന്നു, SQL പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് റൺ ചെയ്യാനായിട്ടുള്ള. അപ്പൊ അത് യൂസ് ചെയ്താ ചെയ്തത്. അപ്പൊ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്തു, പൈപ്പ് ലൈനിലേക്ക് അത് ഇൻജെക്ട് ചെയ്തു, എന്നിട്ട് ആ പ്രോസസ്സിലേക്ക് ഫിറ്റ് ചെയ്ത് XY പാസ് ചെയ്തു, എന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. അപ്പൊ സ്കോർ ഏകദേശം 30.36 വന്നു. അതാണ് ഇത്. പിന്നെ അടുത്ത പോളിനോമിയൽ ലീനിയർ റിഗ്രഷൻ. അപ്പൊ അതിനകത്ത് ഞാൻ കണ്ട് ഡിഗ്രി ഉണ്ടെന്ന്. ഒരു കോമൺ മെത്തേഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഡിഗ്രി പാസ് ചെയ്യാവുന്ന രീതിയിൽ, എന്നിട്ട് ഇത് മോഡലും സ്കോർ റിട്ടേൺ ചെയ്യും ടപ്പിൾ ആയിട്ട്. അപ്പം കിട്ടിയത് ഡിഗ്രി 1ഉം ലീനിയർ റിഗ്രഷനും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ സെയിം ആണോ? എനിക്ക് രണ്ടും സെയിം. ഡിഗ്രി 1ന്റെ പോളിനോമിയൽ ലീനിയർ റിഗ്രഷനും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും സെയിം സ്കോർ അതാണ് 0.3605. എന്നിട്ട് ഡിഗ്രി 2ലേക്ക് വന്നപ്പം 0.4346 വന്നു. പിന്നെ 3ലേക്ക് വന്നപ്പോ 6238 വന്നു. 4ല് 99. ഇത് കുഴപ്പമില്ല. ഇതിലാണ് എനിക്ക് ആക്ച്വലി ഇത് 1 കിട്ടിയത്. ഞാനത് പ്ലോട്ട് ചെയ്ത് നോക്കി, അത് ഓവർലാപ്പ് ചെയ്യുക. എക്സാക്ട്ലി ഓവർലാപ്പ്. ഞാനിതിപ്പം കമന്റ് ചെയ്യാം. ഈ കോഡ് ശരിയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഡിസിഷൻ ട്രീ റിഗ്രസ് ക്ലാസിഫയർ അല്ല, ഇതല്ലേ യൂസ് ചെയ്യേണ്ടത് ക്ലാസ് അതിനകത്ത് അങ്ങനെ. അപ്പൊ അത് പൈപ്പ് ലൈനിലേക്ക് അത് ആഡ് ചെയ്തു, എന്നിട്ട് ആ മോഡൽ ആ പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്തു, എന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്തു, എന്നിട്ട് YP പ്രിന്റ് ചെയ്തു, പിന്നെ സ്കോർ നോക്കി XY പാസ് ചെയ്തു. എക്സാക്ട്ലി അതേപോലെയാണ് ആക്ച്വലി YPയും വരുന്നത്, പ്രെഡിക്റ്റഡ് Yയും വരുന്നത്. ഞാനിത് മാറ്റാം ആദ്യം അല്ലേ. സോറി, ഞാനിത് ട്രൈ ചെയ്യണം അല്ലേ. ഇതാണ് വൈയുടെ പ്ലോട്ട്. ഇനി അത് YP പ്ലോട്ട് ചെയ്യുമ്പോൾ സെയിം ഓവർലാപ്പ് ചെയ്ത് തന്നെ വരും. കണ്ടോ, ഇതിലെന്താ ആക്ച്വലി ആക്യുറസി 1 വരുന്നതിന്റെ റീസൺ മനസ്സിലായില്ല. ഇത് ശരിയാണോ തെറ്റാണോ? പിന്നെ ഞാൻ കണ്ടു ക്വാളിറ്റി ഡേറ്റ വളരെ കൺഫൈൻഡ്, അതായത് കുറച്ചേ ഉള്ളൂ, ഒരു 5, 6, 5, 6, 7, 8 അങ്ങനെ കണ്ടേ ഉള്ളൂ നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് വേരിയബിൾ. റാൻഡം ഫോറസ്റ്റും ചെയ്തു. റാൻഡം ഫോറസ്റ്റിൽ സെയിം ക്ലാസ് മാറ്റി കൊടുത്തു, ഫിറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്തു. കിട്ടിയത് പക്ഷേ ഈ റാൻഡം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ ട്രീയുടെ ഒരു കളക്ഷൻസ് അല്ലേ, അതിനപ്പം അതിനെക്കാട്ടി ആക്യുറസി കൂടുതൽ കിട്ടണ്ടേ? ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് അത് പ്ലോട്ട് ചെയ്തു ആക്യുറസി മറ്റേ ബാറിൽ, ഹൊറിസോണ്ടൽ ബാറിൽ. ഇത്രേ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ച് മോഡൽ സേവ് ചെയ്യുന്ന എങ്ങനെ, ലൈക്ക് നമ്മൾ വീണ്ടും റൺ ചെയ്യാതിരിക്കുന്ന മോഡൽ സേവ് ചെയ്യുന്ന എങ്ങനെ ജസ്റ്റ് പഠിക്കുമായിരുന്നു. അങ്ങനെ ജസ്റ്റ് അതുവരെ ചെയ്തോളൂ. ഞാൻ മേലോട്ട് വരട്ടെ. ഇതിനകത്ത് ഇതല്ല, ഇതിന്റെ മുകളിലോട്ട് പോകുമോ? ഫസ്റ്റ് നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുന്നേ അതായത് ഈ ഡാറ്റ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തു, എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം കുറച്ച് ഒരു അനാലിസിസ് ഒക്കെ നടക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റിയ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡിസ്ക്രൈബ് ഫംഗ്ഷൻ ഉണ്ട്. ഡിസ്ക്രൈബ് എന്താണ് ചോദിക്കുക? ഇതിന്റെ പാൻഡാസിന്റെ ഫംഗ്ഷൻ ആണോ?
pandas function. pd.describe വരുമോ അന്നേരം? അല്ലല്ല, ഡാറ്റ ഫ്രെയിം ഉള്ളതല്ലേ? പ്രിന്റ് ചെയ്തിട്ട് ചെയ്താൽ ഇതുണ്ടോ? ഇതിനകത്ത് നമ്മളുടെ ഓരോ ഫീച്ചറിന്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണ് കാണുന്നത്. എത്ര ഉണ്ട്, ഓരോന്നിന്റെ മീൻ വാല്യൂ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, അതിനകത്ത് മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ കണ്ടോ? ഓക്കെ, ഓരോ കോളത്തിന്റെയും നമ്മുടെ ഡേറ്റ, ഓരോ കോളത്തിന്റെ ഈവൻ ഔട്ട്പുട്ട് വേരിയബിളിന്റെ പോലും. ഓക്കെ, അതെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പോ മിസ്സിംഗ് ഡാറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇതില്ലേ നമ്മളുടെ ഡീവിയേഷൻസ് ഉണ്ടോ? ഈ 25%, 50%, 75% കണ്ടില്ല, ക്വാർട്ടൈൽ ഡീവിയേഷൻസ് ആണ്. ഇതിപ്പോ ഈ 25-ഉം 0 ആണ്, 50-ലും 0 ആണ്, ഏതെങ്കിലും ഒരു ഫീൽഡിന്റെ 25-ഉം 0 ആണ്, 50-ലും 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം up to 75% ഡേറ്റയും അതിനകത്ത് നള്ളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 0 ഒബ്സർവേഷൻസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടുന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ ഒന്ന് സ്ക്രോൾ ചെയ്യണം റൈറ്റ് സൈഡിലോട്ട്. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഡാറ്റ ഒന്നും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ പ്രോപ്പർ ഡേറ്റയാണ്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കൗണ്ട് എടുക്കാം. ഡാറ്റ ഡോട്ട് നൾ, ഈസ് നൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ കൗണ്ട് എടുക്കാം. കൗണ്ട് ഫംഗ്ഷൻ ആണോ? ഇങ്ങനെയാണ് ഫംഗ്ഷൻ കൗണ്ട് ഫംഗ്ഷൻ ആണ്. ഓരോന്നിനകത്തും നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഏതെങ്കിലും നൾ വാല്യൂസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഒന്നും നൾ വാല്യൂസ് ഒന്നും ഇല്ല, പ്രോപ്പർട്ടി എല്ലാ വാല്യൂസും ഫിൽഡ് ആണ്. ഓക്കെ, ഇപ്പൊ നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതെ, ഇത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പ്രീ പ്രോസസിംഗ് ആണ്. ഇപ്പൊ നൾ വാല്യൂ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന മീൻ വാല്യൂ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഫില്ല് ചെയ്യാം. നമ്മൾ ബാക്കിയുള്ള കോളത്തിലെ ബാക്കി ഒബ്സർവേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീൻ വാല്യൂ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഫില്ല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫിക്സഡ് റെസിഡിറ്റിയുടെ എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ somewhere near to 8.3 നമുക്ക് കൊടുക്കാൻ അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒന്ന്. ഓക്കെ, ഒരു മിനിറ്റ് ശരി. ഡാറ്റ ഡോട്ട് ഏതായിരുന്നു മെത്തേഡ്? ഡാറ്റ ഡോട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പോയിട്ടോ. ഡാറ്റ ഡോട്ട് ഡിസ്ക്രൈബ്
ഈ കമന്റ് കൊടുക്കുന്ന ശൈലു ഇതിനകത്ത് ഈ ഒരു മീൻ വെച്ച് ഫില്ല് ചെയ്യുന്ന പറയാമോ? മനസ്സിലായില്ല. നമുക്ക് ഏതെങ്കിലും വാല്യൂസ് നള്ളാണെങ്കിൽ ചില ഇതിനകത്ത് വാല്യൂസ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീൻ വാല്യൂ, ഇപ്പം എക്സാമ്പിൾ പറയുന്നത് ഒരു കോളം ഉണ്ട്, ആ കോളത്തിൽ ഇപ്പോ 1 2 3 നൾ 2 3 1 അങ്ങനെയുള്ളതെന്ന് വെച്ചോ. ഇപ്പൊ ഒരു സ്ഥലത്ത് നള്ള് വന്നില്ലേ, ബാക്കിയുള്ള ഡേറ്റ 1 2 3 2 3 1 അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ആയിരിക്കും കിട്ടുക. ആ 2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ നൾ വാല്യൂന് ഫില്ല് ചെയ്യും. മനസ്സിലായോ? മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ നൾ വാല്യൂ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ ഈ ഡേറ്റ ഈസ് നൾ കൗണ്ട് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും എങ്ങനെ ശരിക്കും ഇവിടെ നള്ളായിട്ടുള്ള ഒന്നുമില്ല. എല്ലാം ഓക്കെയാണ്. ഇനി അടുത്തത് നമുക്കൊരു ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഉണ്ട്, ഡേറ്റ ഡോട്ട് ഇൻഫോ. ഇതിനകത്ത് കൊടുക്കേണ്ടി വരും. കേട്ടോ, ഇങ്ങനെയും കിട്ടും നമുക്ക്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഇതിനകത്ത് നള്ളുള്ളത് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ഏതാ? ഇപ്പൊ ഇതിനകത്ത് അതാണ് നമ്മൾ ഈസ് നമ്പർ ഫൈൻഡ് ചെയ്തത്. അല്ല, ആക്ച്വലി ആ വാല്യൂ എനിക്ക് ഇപ്പം മ്യൂട്ടേറ്റ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഇപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇപ്പൊ നള്ളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യേണ്ടത്? പിന്നെ ഈ അത് ആ ഒരു പർട്ടിക്കുലർ ഇതെടുത്തിട്ട് ഫിൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, ഫിൽ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് ആ സിറ്റുവേഷൻ ഇല്ല ശരി. അപ്പൊ ഇത്രയും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റയുടെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഇനി അതിനകത്ത് നമുക്ക് ആ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. മൊത്തം ഡേറ്റനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്കാറ്റർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. സ്കാറ്റർ മെട്രിക്സ് മാറ്റ്പ്ലോട്ട് പാണ്ടാസിന്റെ ആണ്. pd dot plotting dot അത് അടുത്ത സെല്ല് ചെയ്തു. അടുത്ത സെല്ല് ചെയ്യാവോ? ഓക്കെ ഓക്കെ. ഇവിടെ സെൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? സെൽ ഇൻസേർട്ട് ചെയ്യാൻ ചോദിക്കാൻ പോവാ. ഇതാണോ? അവിടെ ആഡ് ചെയ്താൽ ഓക്കെ മതിയല്ലേ? ഞാൻ താഴെ നിന്ന് കൊണ്ടുവരുക. എന്തായിരുന്നു ശൈലം? മറന്നുപോയി. പ്ലോട്ടിംഗ്. plotting dot scatter matrix, scatter underscore matrix.
ബ്രാക്കറ്റിൽ ഡാറ്റ ഇത് വേണം. ഡാറ്റ അല്ലടാ, PD ഡോട്ടാണ്. ഡാറ്റ അതിനകത്താണ്. സോറി. സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് വേണമെങ്കിൽ ഫിഗർ സൈസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഇങ്ങനെ വലുതായിട്ട് കാണാം. ഫിക്സ് സൈസ് ആണോ ഫിഗർ സൈസ് ആണോ? ഫിക്സ് സൈസ് ബ്രാക്കറ്റിൽ ഈക്വൽ ടു 2020 കൊടുത്താൽ മതി. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആട്രിബ്യൂട്ടും മറ്റേ ആട്രിബ്യൂട്ടിന്റെ അക്രോസ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുക. അപ്പോ അതിനകത്ത് അതിനകത്ത് അത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓരോന്നും അതിന് അക്രോസ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടാം. അതെ, ബാക്കിയുള്ളത് കണ്ടോ, നമുക്ക് ആ നോൺ ലീനിയർ നേച്ചർ ഒക്കെ ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, സെക്കൻഡ് റോയിൽ കുറച്ചങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയൊക്കെ ലീനിയർ നേച്ചർ ഒക്കെ ഉണ്ട് ചില സ്ഥലങ്ങളില്, പക്ഷെ ചില ഒബ്സർവേഷൻസ് നോൺ ലീനിയർ നേച്ചർ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ കണ്ടോ? അതെ. ഇങ്ങനെ ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടും ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇതിങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഓരോ ഫീച്ചറിനെയും ബോക്സ് പ്ലോട്ട് ഒക്കെ ചെയ്ത് നോക്കാം, ഔട്ട്ലെയേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരേ വാല്യൂന്റെ അകത്തൊക്കെയാണോ നിൽക്കുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ഏകദേശം മനസ്സിലായില്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആട്രിബ്യൂട്ട് സെലക്ഷൻ, ആട്രിബ്യൂട്ട്സിന്റെ നേച്ചർ മനസ്സിലാക്കി. ഈ ആട്രിബ്യൂട്ട് സെലക്ഷൻ ചെയ്യാനായിട്ട് ഇവര് തമ്മിൽ എത്രത്തോളം കോറിലേഷൻ ഉണ്ടെന്നൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഡാറ്റ ഡോട്ട് കോർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, COR. കോറിലേഷൻ കണ്ടോ? ഇതിനെ നമുക്ക് ഒരു ഇത്തിരി കൂടെ വൃത്തിയായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഞാൻ ആദ്യം ഒരു പാക്കേജിന്റെ പേര് പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു, സീബോൺ എന്ന് പറഞ്ഞൊരു പാക്കേജ്. സീബോൺ വിഷ്വലൈസേഷൻ വേണ്ടിയിട്ടുള്ള സിലബസിലുണ്ട്. അതെ, ഒന്നത് വിഷ്വലൈസ് ചെയ്യാമോ? ഇൻസ്റ്റാൾ ചെയ്യണോ അത്? അതോ വേണ്ട, അതുണ്ടാവും ഓൾറെഡി. സീബോൺ ഇമ്പോർട്ട് സീബോൺ ആണോ എന്തെങ്കിലും? ഇമ്പോർട്ട് സീബോൺ ആസ് SNS അങ്ങനെയൊക്കെയാണ് സാധാരണ. SNS ഓ? ഓക്കെ, ഇനി SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ഡാറ്റ ഡോട്ട് കോറിലേഷൻ കൊടുക്കുക. അത്രയും മതി, എൻ്റെ ആവശ്യം ഉണ്ടാവും. റൺ ചെയ്ത് നോക്കി കണ്ടോ? ഹീറ്റ് മാപ്പ് ആണ്. ഇച്ചിരി കൂടെ വേണമെങ്കിൽ ആ ഫിഗർ സൈസ് ഒക്കെ കൂട്ടാൻ ആ കോമ ഇട്ടിട്ട് ഫിഗർ സൈസ് search ചെയ്യുക, size of seaboard. ആദ്യം പ്ലോട്ട് ഡോട്ട് സബ് പ്ലോട്ട് ഫിഗർ വിളിച്ചിട്ട് പിന്നെ ഹീറ്റ് മാപ്പ് ചെയ്താൽ മതി.
മാറ്റ്പ്ലോട്ലിബിന്റെ പ്ലോട്ട് ഇല്ലേ? അതെ, അതേപോലെ തന്നെ. അപ്പോ എവിടെ വരണ്ടേ? ആണ് മുകളില് സീബോൺ വിളിക്കുന്നതിന് മുന്നേ പ്ലോട്ട് ഡോട്ട് PLT ഡോട്ട് PLT താഴെ ഇമ്പോർട്ട് ചെയ്തു. from import from matplotlib import pyplot PLT dot പ്ലോട്ട് അടിക്കാൻ. PLT dot subplot when subplots bracket 1 fixed size ഫിക്സ് സൈസ് എന്തുവാ കൊടുക്കണ്ടേ? ഇതോ 2020? 10 കൊടുത്താൽ 10 or 2020 അതും ബ്രാക്കറ്റിലല്ലേ, അപ്ലൈ ആയിട്ടല്ലേ? ഫിക്സ് സൈസ് കൊടുക്കണം കേട്ടോ. ഫിക്സ് സൈസ് ഈക്വൽ ടു താഴെ സൈസ് വേണ്ട. പിന്നെ ഇത് പാസ് ചെയ്യണോ? വേണ്ട അതാ മതി. അത് സെറ്റ് ചെയ്ത് വെച്ചാൽ സബ്പ്ലോട്ട്സ് അല്ലടാ, പ്ലോട്ട്സ്. ഓക്കെ, ഇത്ര വലുതായില്ലേ ഇത് കൂടി. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ സൈഡിലത്തെ ഇൻഡിക്കേഷൻ നോക്കി, റൈറ്റ് സൈഡില് 1 ആണെങ്കിൽ ആ ഒരു കളർ കണ്ടോ, അറൗണ്ട് ഒരു പിങ്ക് പോലത്തെ ഒരു കളർ. അപ്പൊ ഈ ഡയഗ്രാംസ് നോക്കിക്കേ, ഡയഗ്രാംസ് നോക്കുമ്പോഴത്തേക്ക് ഹൈലി കോറിലേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കോളവും ഇതേപോലെ 1 ആയിരുന്നു വിചാരിച്ചു. ഏത് കോളം? ഏതെങ്കിലും ഒരു കോളം അതും ഇതേപോലെ ഈ കളർ തന്നെയാണ്, ഈ ഡയഗ്രാമിന്റെ കളർ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫിക്സഡ് അസിഡിറ്റിയും ഡെൻസിറ്റിയും തമ്മിൽ ഹൈലി കോറിലേറ്റഡ് ആണ്. അതായത് ഫിക്സഡ് അസിഡിറ്റി എങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആരും ബിഹേവ് ചെയ്യണത്, ഡെൻസിറ്റി. അപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഡാറ്റാ സെറ്റിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഇപ്പൊ ഏകദേശം സിട്രിക് ആസിഡും ഫിക്സഡ് അസിഡിറ്റിയും ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കോറിലേഷൻ ഉണ്ട്. ഇതിനകത്ത് ഈ കോറിലേഷൻ കൗണ്ട് കാണിക്കാൻ പറ്റും. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഹീറ്റ് മാപ്പ് ഡിസ്പ്ലേയിങ് വാല്യൂസ് ഇൻ ഹീറ്റ് മാപ്പ്. എക്സാമ്പിൾ ഉണ്ടാവുക, എക്സാമ്പിൾ അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അനോട്ടേറ്റ് ട്രൂ. ഇത് വാല്യൂസ് ആയിരിക്കും നമുക്ക്, പക്ഷെ ഇത്തിരി കൂടി പെർസെന്റേജ് കാണാൻ പറ്റുന്നുള്ളൂ. ഇല്ല, നമ്മുടെ പെർസെന്റേജ് വാല്യൂസ് തന്നെ ആയിരിക്കും. ഇത് ഡിസ്ക് കൊടുത്തു, അനോട്ടേറ്റ് ട്രൂ കൊടുത്താൽ കണ്ടോ 1 കിടക്കുന്നുണ്ടോ? 1 എന്ന് പറയുമ്പോ ഹൈലി കോറിലേറ്റഡ് ആണെന്നാണ്. ഓക്കെ, നമ്മൾ ഈ ഡേറ്റ സെറ്റ് വെച്ച് ബേസ് ചെയ്തല്ലേ ത്രെഷോൾഡ് ഫിറ്റ് ചെയ്തത്. അതായത് ഇപ്പം കുറച്ച് കോറിലേഷൻ ഉണ്ടെങ്കിൽ ചില ഡേറ്റ സെറ്റിന് 0.7 ഉണ്ടെങ്കിൽ തന്നെ ഹൈലി കോറിലേറ്റഡ് എന്ന് പറയും. അല്ല, 0.7 ഒരു 0.85 മുകളിലൊക്കെയാണ് ഹൈലി കോറിലേറ്റഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫീൽഡ് എന്ത് ചെയ്ത് കളയാം, ഡ്രോപ്പ് ചെയ്ത് കളയാം. അതിന്റെ ആവശ്യമില്ലല്ലേ? അതിന്റെ ആവശ്യമില്ല. സാർ ഇതിലെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടോ? ഏതാണ്? നെഗറ്റീവ് കോറിലേഷനും പോസിറ്റീവ് കോറിലേഷനും വരും.
ഓക്കെ, നെഗറ്റീവ് കോറിലേഷനും പോസിറ്റീവ് കോറിലേഷനും വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഒന്ന് കൂടുമ്പോ മറ്റേത് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഒരു വാല്യൂ കൂടുന്തോറും മറ്റേത് കൂടിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രനും അതുപോലെ കൺസംഷൻ ഓഫ് ഫുഡും ഒരു ഫാമിലിയുടെ എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് ചിൽഡ്രൻ കൂടുന്തോറും എന്ത് ചെയ്തോണ്ടിരിക്കും? പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. കൺസംഷനും കൂടും. അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, ചില കേസില് ഒരു ഫാക്ടർ വേറൊരു ഫാക്ടറിനെ ഇൻവേഴ്സ്ലി അഫക്ട് ചെയ്യാം. ഒരു കാര്യം കൂടുമ്പോ ഇപ്പോ എക്സ്പെൻഡിച്ചർ, the number of family members increases, expenditure അല്ല, savings will automatically reduce. ഓക്കെ, അപ്പൊ അത് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. ടോട്ടൽ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുമ്പോൾ അത് -1 വരും. ഫോർ എക്സാമ്പിൾ അതെ നെഗറ്റീവിലോട്ട് വരും. അപ്പൊ ആ -1 വരുന്ന പോർഷൻസും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. മനസ്സിലായോ? അതും നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിലും ഒരേ എഫക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന ഫീൽഡുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ഇവിടെ നമുക്കൊരു 0.6ന്റെ മുകളിലോട്ടൊന്നും പോയിട്ടില്ല. ഒന്നും 0.6 ഇല്ല, -6ന്റെ ഒക്കെ മുകളിലോട്ടില്ല. കണ്ടോ? ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് കോറിലേഷൻ മെട്രിക്സ് വെച്ചിട്ട് നമുക്കിത് ഒരു ഡിസിഷനിലെത്താം. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്നത് ഫീച്ചറുകൾ തമ്മിലുള്ള കോറിലേഷൻ കുറഞ്ഞിരിക്കുകയും, ഓക്കെ, ഓരോ ഫീച്ചേഴ്സും തമ്മിലുള്ള കോറിലേഷൻ കുറഞ്ഞിരിക്കുകയും ഫീച്ചറും നമ്മുടെ ടാർഗറ്റുമായിട്ടുള്ള കോറിലേഷൻ എപ്പോഴും കൂടിയിരിക്കുകയും വേണം. അതായത് ഫീച്ചറുകൾ തമ്മിലുള്ള കോറിലേഷൻ കുറഞ്ഞിരിക്കണം. ഓരോ ഫീച്ചറും ടാർഗറ്റുമായിട്ടുള്ള കോറിലേഷൻ നമുക്ക് എങ്ങനെ ഇരിക്കണം? കൂടുതലായിട്ടിരിക്കണം. കൂടുതലായിട്ടിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ക്ലിയർ അല്ലേ? അതെ. ഇനി അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതുപോലെ നമുക്ക് ഏതെങ്കിലും കോളംസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. കോളം ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് വിളിച്ചാൽ മതി. ഡ്രോപ്പ് ഫീൽഡിന്റെ പേര് ഒരു ഇതും കൂടി ഇട്ടോ, സെല്ല് കൂടി ഇൻസേർട്ട് ചെയ്തോളൂ. CSVയിലോ? അല്ല, സെല്ല് ഇത് കഴിഞ്ഞിട്ട് ആ ഡ്രോപ്പിന്റെ ഒക്കെ കാണിക്കാം. നമുക്കത് റിവേർട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ബ്രാക്കറ്റില് ഫീൽഡിന്റെ പേര്. നമുക്ക് തൽക്കാലം ഡെൻസിറ്റി കളയാം. ഇതിന്റെ താഴെ ആ ഡാറ്റ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഇൻഫോ പ്രിന്റ് ചെയ്താലും മതി. ഡെൻസിറ്റി അതെ, axis is equal to density കഴിഞ്ഞിട്ട് axis is equal to 1 കൊടുത്ത് പോയില്ലേ? പോയിട്ടില്ല. അത് പോവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് ആ മ്യൂട്ടേഷൻ പോലെയാ. ഓക്കെ, അത് ഡ്രോപ്പ് ചെയ്താലും നമ്മൾ അത് അവിടെ റിഫ്ലക്ട് ചെയ്യാൻ പറഞ്ഞാലും മാത്രമേ അത് റിഫ്ലക്ട് ആവുള്ളൂ.
അങ്ങനല്ല. അതിന് വേണ്ടിയിട്ട് ഈ ആക്സസ് കഴിഞ്ഞിട്ട് ഇൻ പ്ലേസ് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കുക. ഇൻ പ്ലേസ് ഇസ് ഈക്വൽ ടു ട്രൂ എങ്കിൽ മാത്രമേ നമ്മൾ ആ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഡ്രോപ്പ് അവിടെ ഇവിടെ വരുള്ളൂ. ഈ ഡേറ്റയിൽ തന്നെ റിഫ്ലക്ട് ആവുള്ളൂ. മനസ്സിലായോ? കണ്ടോ? ക്ലിയർ അല്ലേ? ഇപ്പൊ വീണ്ടും റൺ ചെയ്തപ്പോ ഓൾറെഡി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. വീണ്ടും എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുക? ഡെൻസിറ്റിനെ കളയാൻ പറഞ്ഞിരിക്കുക. അപ്പൊ എൻ്റർ വരും, കീയർ വരും. അങ്ങനെ ഒരു ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഫീൽഡ് അവിടെ ഇല്ല എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഒന്ന് ആദ്യത്തെ പാർട്ട് ഒന്ന് റൺ ചെയ്യിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്നിട്ട് കമന്റ് ചെയ്ത് വെച്ചേക്കും. അത് കമന്റ് ചെയ്തേക്കും. എന്നിട്ട് ആദ്യത്തെ പാർട്ട് ഒന്ന് റൺ ചെയ്യിച്ചാലേ ഡാറ്റ കിട്ടുള്ളൂ. ഇത് നമ്മള് എക്സും വൈ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. നമ്മളുടെ പ്രോപ്പർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ എക്സും വൈയും വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് എക്സും വൈയും വെച്ച് പ്രെഡിക്റ്റ് ചെയ്ത് എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. മനസ്സിലായില്ല. അതായത് നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി എക്സും വൈയും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മോഡലിനെ ട്രെയിൻ ചെയ്യുന്നു. അതിനുശേഷം അതേ എക്സും വൈയും വെച്ച് തന്നെ ഇതിന്റെ അക്യുറസി വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോപ്പർ വേ ആണോ? അല്ല, വേറെ ഡേറ്റ വേണം. വേറെ ഡേറ്റ വേണം. കാര്യം ഒരിക്കലും നമ്മളൊരു അൺസീൻ ഡേറ്റയിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോണം അല്ലെ? അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സും വൈയും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ എക്സിനെയും വൈയെയും രണ്ട് സെറ്റ് ഓഫ് ഡേറ്റ ആക്കി മാറ്റണം. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള രണ്ട് പാർട്ടുകളാക്കി മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇത് ഉണ്ടാവും, സെല്ല്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മുടെ SKLearnന്റെ ഉള്ളില് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ ഒരു ഫംഗ്ഷൻ ഉണ്ട് പ്രീ പ്രോസസ്സിംഗിനകത്ത്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയും. ഇമ്പോർട്ട് ഫ്രം SKLearn ഒന്ന് സെർച്ച് ചെയ്യാമോ? പ്രീ പ്രോസസ്സിംഗ് ആണെന്ന് തോന്നുന്നു. SKLearn.preprocessing അല്ലടാ, SKLearn.preprocessing import train test split. വിവി ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എടുത്തു വെച്ചിട്ടുണ്ടാ? പറഞ്ഞാ മതി. SKLearn.model selection import train test split എന്ന് പറഞ്ഞിട്ട് train underscore test underscore split. മറ്റേ ഇൻപുട്ട് അടുത്ത ലൈനിൽ ഇൻപുട്ട് അണ്ടർസ്കോർ ട്രെയിൻ അണ്ടർസ്കോർ കോമ ഇൻപുട്ട് അണ്ടർസ്കോർ ടെസ്റ്റ് വേരിയബിൾസ് അത് ട്രെയിൻ അണ്ടർസ്കോർ ട്രെയിൻ ടാർഗറ്റ് അണ്ടർസ്കോർ ട്രെയിൻ അത് എക്സും വൈ എക്സും വൈ ആയിട്ട് ഇൻപുട്ട് വൈ ഇൻപുട്ട് അതൊന്നും ടാർഗറ്റ് ഒക്കെ വൈ വൈ ട്രെയിൻ വൈ ടെസ്റ്റ് ഈക്വൽ ടു ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ്. അതിനകത്തേക്ക് ഇൻപുട്ട് എക്സും വൈയും വേറൊന്നും പാസ് ചെയ്യണ്ട. വേണം. പിന്നെ കൊമ ടെസ്റ്റ് സൈസ് ഉണ്ട്. ടെസ്റ്റ് സൈസ് ഈക്വൽ ടു അതായത് നമ്മൾ ടോട്ടൽ അണ്ടർസ്കോർ സൈസ് ഈക്വൽ ടു 0.33 കോമ റാൻഡം സ്റ്റേറ്റ് ഈക്വൽ ടു 42. ഇതൊക്കെ എന്താ പറയാം.
Random stage is equal to 42. 42. Print ചെയ്യണോ? Print extrain അത് ഓരോന്നൊന്ന് പ്രിന്റ് ചെയ്തത്. അത് ഓരോന്ന് പ്രിന്റ് ചെയ്താൽ മതിയായിരുന്നു. ശേഷം എക്സ്ട്രീം ഇങ്ങനെയാണോ ഷൈലു? അതെ. അതിനകത്ത് ഒന്നുമില്ല, അതിന് കാര്യമായിട്ട് ഇത്രേ ഉള്ളൂ. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനില് നമ്മൾ എക്സും വൈയും പാസ് ചെയ്യുമ്പോൾ ഓക്കെ, ഈ ടെസ്റ്റ് സൈസ് ഇസിക്വൽ ടു 0.33 എന്ന് കൊടുക്കുന്നില്ലേ? അതിന്റെ മീനിങ് 33% ഓഫ് ദ ഡേറ്റ ഷുഡ് ബി ടേക്കൺ ആസ് ടെസ്റ്റ്. ഓക്കെ, ബാക്കി റിമൈനിങ് 67% എന്തിനു വേണ്ടി എടുക്കുക? ട്രെയിനിങ്ങിന് വേണ്ടി എടുക്കുക. ഓക്കെ, നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ 70-30 ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ടെസ്റ്റ് സൈസ് ഇസ് ഈക്വൽ ടു 3 കൊടുക്കുക. ഓക്കെ, അപ്പൊ 70% ട്രെയിനിങ്ങിനും 30% ടെസ്റ്റിങ്ങിനും. ഇനി ഇതിനകത്ത് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയ്ക്കകത്ത് റാൻഡം ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത് ഡേറ്റ. അപ്പൊ ആ റാൻഡം റാൻഡംനെസ്സിന് വേണ്ടിയിട്ടുള്ള സീഡാണ് 42. ഇല്ലെങ്കിൽ നീ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ഓരോ രീതിയിലായിരിക്കും ചൂസ് ചെയ്യുക. നമുക്ക് ഈ അക്യുറസി ഒന്നും കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നീ എത്ര പ്രാവശ്യം റൺ ചെയ്താലും ഒരേ റാൻഡംനെസ് സെയിം ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പൊ ആദ്യത്തെ 10 ഉണ്ട്, അത് റാൻഡം ആയിട്ട് 157 ആണ് ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു ആദ്യത്തെ റണ്ണില്. പിന്നെയും ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? 157 തന്നെ ആയിരിക്കും. അത് സീഡ് ആണല്ലേ? ഇത് സീഡ് വാല്യൂ ആണ്. സ്യൂഡോ റാൻഡം നമ്പർ ജനറേറ്ററിന് വേണ്ടിയിട്ടുള്ള സീഡ് ആണ് ആ റാൻഡം സ്റ്റേജസ് ഈക്വൽ ടു 42. ഓക്കെ, അപ്പോ എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് 30% 70-30 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ് ട്രെയിനിനകത്തും എക്സ് ടെസ്റ്റിലും കിട്ടും. വൈയെ 70-30 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വൈ ട്രെയിനിലും വൈ ടെസ്റ്റിലും കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ കണ്ടോ റാൻഡം ആയിട്ടില്ല ചൂസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നോക്കി. ഓക്കെ, അതുപോലെ ദിനേശന്റെ മുകളിലൊന്നും എടുത്തത്. റാൻഡം സ്റ്റേറ്റ് 42 എന്ന് പറയുമ്പോൾ 42 വാല്യൂസ് ആണോ ചൂസ് ചെയ്യുന്നത്? അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ഇന്റിജർ കൊടുത്താൽ മതി. നമ്മളൊരു സ്യൂഡോ റാൻഡം നമ്പേഴ്സ് കേട്ടില്ലേ? അതായത് റാൻഡം ജനറേറ്റർ തന്നെയാണ്, പക്ഷെ ഒരു സീഡ് കൊടുത്താൽ എപ്പോഴും ആ റാൻഡം ജനറേറ്റ് ചെയ്യുന്ന റാൻഡം സീക്വൻസ് സെയിം ആയിരിക്കും. ആ റാൻഡം സീക്വൻസ് എപ്പോഴും സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അതൊന്ന് കൊടുക്കാന്ന് നോക്കുന്നത്. ഇപ്പൊ ആദ്യം നമുക്ക് 548 355 അല്ലേ വന്നേ? അത് കൊടുക്കാന്ന് പ്രിന്റ് ചെയ്ത് നോക്കി. റൺ ചെയ്തോ? ഒന്നും കൂടെ റൺ ചെയ്തേ. വീണ്ടും മാറിയില്ലേ? ആ റാൻഡംനെസ് മാറില്ല. ആ റാൻഡംനെസ് ഒരേപോലെ കിട്ടാൻ വേണ്ടിയാണ്. കണ്ട, ഒന്നും കൂടെ റൺ ചെയ്തേ. ഒരേപോലെ തന്നെ കിട്ടും. കണ്ടോ? എത്ര പ്രാവശ്യം റൺ ചെയ്താലും നമുക്ക് അത് തന്നെ കിട്ടും. അത് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് 1000 ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചോ. 1000 ഡേറ്റയിൽ 700 ഡേറ്റ ഇതിന് വേണ്ടിയിട്ടും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും 300 ഡേറ്റ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇതില് വാലിഡേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇല്ലേ?
സാധാരണ രീതിയിൽ വാലിഡേഷൻസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രെയിനിങ്ങിന്റെ അകത്തുള്ള ഒരു പാർട്ട് തന്നെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു പാർട്ട് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? ഈ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ, ഇനി നമ്മള് ഫിറ്റ് ചെയ്യേണ്ടത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഈ ട്രെയിനും ടെസ്റ്റും വെച്ചിട്ടാണ്. സോറി, ട്രെയിനിങ്ങിന്റെ എക്സും വൈയും, എക്സ് ട്രെയിനും വൈ ട്രെയിനും വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? മോഡൽ ഫിറ്റ് ചെയ്യാൻ. ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഈ പൈപ്പ് ലൈനിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? ഇല്ല. ബാക്കിയുള്ളവർക്ക് നമ്മള് പഴയതുപോലെയാ ചെയ്ത്, അന്നത്തെ ആ കോഡ് വെച്ചിട്ടാ ചെയ്ത്. അതായത് നേരെ റിഗ്രഷന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി റിഗ്രഷൻ ഡോട്ട് ഫിറ്റ് വിളിക്കുകയല്ലേ ചെയ്യുന്നത്? നമുക്ക് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചോ. അതായത് ഈ റിഗ്രഷൻ അപ്ലൈ ചെയ്യുന്ന ഫിറ്റ് ചെയ്യുന്നതിന് അതിനു മുന്നേ കുറെ സ്റ്റെപ്സ് ഇതേ എക്സും വൈയും വെച്ച് തന്നെ ചെയ്യണം. ലൈക്ക് ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഔട്ട്പുട്ട് ആയിരിക്കണം രണ്ടാമത്തേലേക്ക് പോകേണ്ട, അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കണം മൂന്നാമത്തേലേക്ക് പോകേണ്ട. അങ്ങനെ ഒരു പൈപ്പ് ലൈൻ നമുക്ക് വേണം എന്ന് വിചാരിച്ചു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനെ പ്രീ പ്രോസസ് ചെയ്യുന്നു, അതിനെ ഫിറ്റ് ചെയ്യുന്നു, അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പൈപ്പ് ലൈൻ ഉണ്ടാക്കി വെക്കാം. അത് നിർബന്ധമുള്ള കാര്യമല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടി ചെയ്യാൻ ആദ്യം ഇൻപുട്ട് കൊടുത്ത് അവസാനം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ദിനേശ് ഇത് നീ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഇവര് ചെയ്യുന്ന പോലെ അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാല് അതിന് കൺഫ്യൂഷൻ വരത്തില്ല. നമ്മളൊരു ലീനിയർ റിഗ്രഷന്റെ മോഡൽ ഉണ്ടാക്കി അതിനെ ഫിറ്റ് ചെയ്തു. ആ ഫിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫിറ്റ് ചെയ്യുമ്പോൾ എക്സ് ട്രെയിനും വൈ ട്രെയിനും വെച്ചിട്ട് എന്ത് ചെയ്തു? ഫിറ്റ് ചെയ്തു. പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യണം? എക്സ് ടെസ്റ്റ് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, സ്കോർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടാ സ്കോർ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റും വെച്ചിട്ട് നമുക്ക് സ്കോർ കണ്ടുപിടിക്കാം. ഇതിനകത്ത് ഈ വൈ ടെസ്റ്റും വൈ പി ഒന്ന് പ്രിന്റ് ചെയ്യാമോ? വൈ അണ്ടർസ്കോർ പ്രെഡ് എന്ന് കൊടുത്താൽ ഇത്തിരി കൂടെ റീഡബിലിറ്റി ഉണ്ടാവും. വൈ അണ്ടർസ്കോർ പ്രെഡ്, വൈ അണ്ടർസ്കോർ പ്രിന്റ്. ഓക്കെ ഓക്കെ, പ്രെഡിക്റ്റഡിന്റെ. ഇനി അതൊന്ന് പ്ലോട്ട് ചെയ്യിക്കാമോ? വൈ പ്രിന്റും വൈ ടെസ്റ്റും. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ നേരത്തെ. നോർമൽ പ്ലോട്ട് പറയാം. നോർമൽ പ്ലോട്ട് വൈയും വൈ ടെസ്റ്റും അല്ലേ? പ്ലോട്ട് അല്ലടാ. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന വ്യത്യാസം വരും. അത് മറ്റേ കോർഡിനേറ്റ് ആകും അല്ലേ?
റാൻഡം വാല്യൂസ് ആണ്. നീ നോക്കിയ വൈബ്രഡ് ഒന്ന് നോക്കത്തെ. വൈബ്രഡ് അല്ല വൈറ്റ് ടെസ്റ്റ് ആണ് ആ രീതിയിൽ വന്നിരിക്കുന്നത്. അത് വൈബ്രഡ് ആണോ? വൈറ്റ് ടെസ്റ്റ് ആയിരിക്കും. ആ വൈറ്റ് ടെസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കി എന്താ കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാനല്ലേ? വേറെ ഇതുണ്ടാക്കിയിട്ട് വേണമെങ്കിൽ സെല്ല് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അതെന്താ ആ കോളം കിടക്കുന്നുണ്ടോ? 503 എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ ഈ 503. അതെന്ത് ഞാൻ പാണ്ടാസിൽ എടുത്തപ്പോ അതിനെ നമ്പയറെ ആക്കാതെയാണ് എടുത്തത്. ഒന്ന് മുകളിലോട്ട് എടുക്കാവോ? എക്സും വൈയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തില്ലേ? അവിടെ തന്നെ അതിന്റെ വാല്യൂസ് എടുക്കുന്നതാണ് നല്ലത്. ഡോട്ട് വാല്യൂസ്. ഇപ്പോഴും ഡാറ്റ ഫ്രെയിം തന്നെ അല്ലേ? ഇപ്പോഴും ഡാറ്റ ഫ്രെയിം അല്ല, ഇപ്പൊ സീരീസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. റൺ ചെയ്ത് വരാം. ഇല്ല. അല്ല അത് റൺ ചെയ്തോ നീ? വൈറ്റ് ടെസ്റ്റ് ആ ബ്ലോക്ക് റൺ ചെയ്തോ? ചെയ്തു. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിന്റെ ഓക്കെ ഓക്കെ. ഇതല്ലേ ചെയ്തെന്നാണ് വന്നല്ലോ. നമ്പി അറേ നോട്ട് കോളബിൾ. വാല്യൂസ് മതി, ഫംഗ്ഷൻ അല്ല. ഓക്കെ. അല്ലേ? കറക്റ്റാ. ഓക്കെ ഓക്കെ. ഓക്കെ അല്ലേ? അതെ. നമ്മുടെ ഏകദേശം 5.6 പോയിന്റ് ഒക്കെ അല്ലേ വാല്യൂസ് വന്നിരിക്കുന്നത്? ഏകദേശം അതിനോട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് എത്ര സ്കോർ കിട്ടി? 0.35. റിഗ്രഷൻ നമ്മൾ ഒരുപാട് സ്കോർ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. നമ്മൾ കാഗിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും 0.5 0.6 അങ്ങനത്തെ ഒക്കെ പബ്ലിക്കലി നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന പ്രീ പ്രോസസ്സിങ്ങിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാറും. മനസ്സിലായി. ഓക്കെ. ഇനിയിപ്പോ താഴോട്ടൊന്ന് അതൊന്ന് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്തോ. Train is equal to by underscore എക്സ്പ്ലെയിൻ ചെയ്ത് പോയാ. ഓക്കെ. അല്ലെ, സെയിം ആണ് ആക്ച്വലി ഓപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു ഫംഗ്ഷൻ ആക്കി അതിന് മൾട്ടിപ്പിൾ ഡിഗ്രി വെച്ച് കോൾ ചെയ്തു. ഒരു കാര്യം ചെയ്യാം, ഈ സംഭവം പക്ഷെ ഈ പോളിനോമിയൽ ഫീച്ചേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുന്ന ലീനിയർ റിഗ്രഷനിലേക്ക്? ഇതിപ്പം പൈപ്പ് ലൈൻ ഇല്ലെങ്കിൽ ലീനിയർ റിഗ്രഷനിലേക്ക് പോളിനോമിയൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പോളിനോമിയൽ റിഗ്രഷൻ എങ്ങനെയാ ചെയ്യുന്നത്? പോളിനോമിയൽ റിഗ്രഷൻ ഡിഗ്രി ഈക്വൽ ടു മാറ്റിയാൽ മതി. എന്നിട്ട് ഇതിനെ ഫിറ്റ് ചെയ്യിക്കണം അല്ലേ? എന്നിട്ട് അതിനെ ഫിറ്റ് ചെയ്യിക്കണം. നോക്കട്ടെ, രണ്ടും കമന്റ് ചെയ്യാം. ഇപ്പൊ ഇത് ചെയ്തേക്കെന്ന് പറയുമ്പോ പോളിനോമിയൽ ഫീച്ചേഴ്സിന്റെ ക്ലാസ് ഇത് ചെയ്തു. ഡിഗ്രി എന്ന് വെച്ചാല് മറ്റേ ഇതല്ലേ അതിന്റെ പവർ
എക്സിന്റെ ആ സംഭവം. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഫിറ്റ് ചെയ്തു ട്രെയിൻ ഡേറ്റ വെച്ചിട്ട്. എന്നിട്ട് ടെസ്റ്റ് ഡേറ്റ വെച്ച് പ്രെഡിക്റ്റ് ചെയ്തു, ജസ്റ്റ് ഇതിനെ റിട്ടേൺ ചെയ്തു. അപ്പൊ ഈ ഒബ്ജക്റ്റിലേക്ക് എപ്പോഴും അതിന്റെ എന്താണോ റിഗ്രഷൻ അതിന്റെ ക്ലാസ്സും അത് എത്രയാണോ, ഇത് ഡിഗ്രി അല്ല, ഇത് സ്കോറാ, സോറി, എത്രയാണോ സ്കോർ അത് റിട്ടേൺ ചെയ്യും. എന്നിട്ട് അത് ഞാൻ താഴെ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിന്റ് കൊണ്ടുവന്നതായത് ആക്യുറസിയുടെ ബാർ വരയ്ക്കാനായിട്ട്. പ്രെഡിക്റ്റ് ഇല്ലല്ലോ പോളിനോമിയൽ ഫീച്ചേഴ്സിന്. ഫീച്ചേഴ്സ് അല്ല, പോളിനോമിയൽ റിഗ്രഷൻ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ സപ്പോർട്ട് വെക്ടർ റിഗ്രഷൻ വെച്ചിട്ട് അതില് ഈ പോളി കേർണൽ ഇസ് ഈക്വൽ ടു പോളി എന്ന് കൊടുത്തിട്ട് ചെയ്തൂടെ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് വേറെ മെത്തേഡാണ് സാർ. ഓക്കെ, നമ്മൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു സാറേ. ഇതിനകത്ത് പോളി കൊടുത്തിട്ടില്ലായിരുന്നു, SVC-ലാ കൊടുത്തത്. പോളിനോമിയൽ റിഗ്രഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാധനം ഉണ്ട് പോളിനോമിയൽ റിഗ്രഷൻ. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കുവാണേ അത് കിട്ടും. അത് തന്നെ റിഗ്രഷനായിട്ട് കിട്ടിയില്ലേ? എല്ലാ ഫീച്ചേഴ്സിലേക്കാ വരുന്നത്. അല്ല, അതിന്റെ എക്സാമ്പിൾ നോക്കി താഴോട്ട് പൈപ്പ് ലൈൻ ഇല്ലാതെ കാണാമല്ലോ. പൈപ്പ് ലൈൻ ഇല്ലാതെ എങ്ങനെ ചെയ്തിരിക്കുന്നത് കാണാം. ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത്? അല്ല, അവര് പൈപ്പ് ലൈനിലേക്ക് ചെയ്യുക. അതിനകത്ത് തന്നെയാണ് കുഴപ്പമില്ല. ഇതിനകത്തോട്ട് മൂവ് ചെയ്തു SVR നോട്ട്. ഇതിന്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ട്രീ ഉണ്ടല്ലോ, ഡിസിഷൻ ട്രീ. അതെ അതെ, ഡിസിഷൻ ട്രീക്ക് വരുന്നത് ഈ പോളിനോമിയൽ റിഗ്രഷൻ വേറെ പാക്കേജിനകത്തായിട്ട് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ആയിരിക്കും അല്ലേ? ഏതാ പാക്കേജ്? ഓറഞ്ച് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ പാക്കേജുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നോട്ടെ, പോളിനോമിയൽ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ ഒക്കെ വരുന്നില്ലേ? അതെ അതെ, ആ എററിന്റെ വാല്യൂ ആണത്. ഇത്രമാത്രം എറർ വരുമോ നെഗറ്റീവ്? നോക്കിയപ്പോൾ വാല്യൂസ് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം എന്താ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ക്യുമുലേറ്റ് ചെയ്ത് വരുന്ന എററായിരിക്കും പക്ഷെ ഓരോന്നിന് വരുന്ന എറേഴ്സ്. ആ ഡിസിഷൻ ട്രീക്കകത്തും ഇതേപോലെ ഒന്ന് എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റും വെച്ചിട്ടൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാല് ആ 1 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് മാറും. എക്സ് ട്രെയിനും വൈ ട്രെയിനും വെച്ച് ഫിറ്റ് ചെയ്യുക. ഡിസിഷൻ ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ട്രീ സ്ട്രക്ചർ ഉണ്ടാക്കുക. നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് വെച്ചിട്ട് ഒരു ട്രീ സ്ട്രക്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുക.
അതിങ്ങനെ ഫിക്സ് ഇന്ന വാല്യൂ ഇന്ന വാല്യൂ ഇന്ന വാല്യൂ ഇന്ന വാല്യൂ ആണെങ്കിൽ ഇതായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്ന വാല്യൂ വെച്ചിട്ട് ഈ ട്രീ ഉണ്ടാക്കി നമ്മൾ സ്കോർ കണ്ടുപിടിക്കാനും അതേ ട്രെയിൻ ചെയ്യാനും ഉപയോഗിച്ച ഡാറ്റ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ റൂൾസ് എല്ലാം എക്സാക്ട്ലി സാറ്റിസ്ഫൈഡ് ആണ്, വിൽ ഗെറ്റ് ദ കറക്റ്റ് ഔട്ട്പുട്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്, എക്സ്ട്രെയിൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്യുക, എന്നിട്ട് എക്സ് ടെസ്റ്റ് വെച്ചിട്ട് സ്കോർ നോക്കുക. ഒരുപാട് ചേഞ്ച് ആയി. ഇപ്പൊ ചേഞ്ച് വന്നില്ലേ, മനസ്സിലായോ? പക്ഷെ വാല്യൂസ് ആക്ച്വലി ഏകദേശം നിയർ ആണല്ലോ. 6.5 ഇത് തന്നെ തോന്നുന്നു വാല്യൂസ് നോക്കാം. അല്ല ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട് ആണല്ലേ. കറസ്പോണ്ടിങ് ആയിട്ട് അറിയണമായിരുന്നു. പക്ഷെ അത് രണ്ടും കൂടി ഒന്ന് പ്രിന്റ് ചെയ്യാം. എക്സ്ട്രെയിനകത്തെയും വൈ പ്രിന്റിലെയും വൈ ടെസ്റ്റിലെയും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് എങ്ങനെ ശരി കോഡ് 4x, y ഡോട്ട് പ്ലോട്ട് എക്സ് ട്രെയിൻ അല്ലേ, 4x, y. ഇത് കോംപ്രിഹെൻഷനോ? വെറുതെ 4 അടിക്കും. 4x, y. ഓക്കെ എക്സ് വൈ സ്പേസ് in zip of zip of y test comma y print okay print x comma ഒരു വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു ആരോ അങ്ങനെ എന്തെങ്കിലും കിട്ടോ, അല്ലെങ്കിൽ ഹൈഫണോ, ഡബിൾ കോട്ട്സില് കമ്പയർ ചെയ്ത് നോക്കാം. ഇല്ല, നല്ല ഡിഫറൻസ് ഉണ്ട്. കുറെ അങ്ങനെ കിട്ടും. ക്ലിയർ ആയോ സംഭവം?